ഒന്ന് നിന്നേടി. എന്താ അപ്പച്ചി? ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്ന കാര്യം നിനക്കറിയാലോ അല്ലേ? ആ അറിയാം. വെറുതെ അറിയാന്ന് പറഞ്ഞാ പോരാ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം. എന്റെ മോളോട് നിനക്ക് നല്ല കുശുമ്പുണ്ടെന്ന് എനിക്കറിയാം. അത് മനസ്സിൽ വെച്ച് എൻഗേജ്മെന്റിനോ കല്യാണത്തിനോ എന്തെങ്കിലും കുറവ് വരുത്തിയാ അറിയാലോ നിനക്കെന്നെ. അഷിയോട് എനിക്ക് എന്തിനാ കുശുമ്പ്? അവൾ എന്റെ അനിയത്തിയല്ലേ. നിന്റെ ഈ പാവം നടിച്ചുള്ള അഭിനയവും നാടകം കളിയൊന്നും ഞങ്ങളുടെ മുമ്പിൽ വേണ്ട. അതെ, എത്രയൊക്കെ അഭിനയിച്ചാലും ആ കൊലപാതകയുടെ മോളല്ലാതാവില്ലല്ലോ നീയ. തള്ളെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പൊ തുടങ്ങും പൂങ്കണ്ണീര് കൊടുക്കാൻ. അത് കാണുമ്പോഴേ എനിക്ക് കലി വരുന്നത്. ഇങ്ങോട്ട് പാടി, ഇതൊക്കെ അയൺ ചെയ്ത് വെക്കി. ചെയ്യങ്ങോട്ട്. ഇനി ഈ വീട്ടിലെ ആവശ്യങ്ങൾ കഴിയുന്നവരെ നിന്റെ പുറത്തുള്ള കർക്കൊക്കെ നിർത്തിയേക്കണം. ഇവിടുത്തെ കാര്യങ്ങൾക്കാവണം പ്രാധാന്യം. ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്യിക്കാൻ എനിക്കറിയാം. അവളുടെ ഒരു ഔദാര്യം. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. നീ എന്തൊക്കെ ഓർക്കുമെന്നും ചെയ്യുമെന്നും മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അത് നീ മറക്കണ്ട. എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ ദുർഗയോട് പറഞ്ഞതാമേ. അതെ, ഉടനെ ഒരു കല്യാണ നിശ്ചയം നടക്കാൻ പോകുന്ന ഒരു വീടല്ലേ ഇത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമായിരുന്നു. നിങ്ങൾ പറയുന്നതനുസരിച്ച് അടിമയെ പോലെ പണിയെടുക്കാൻ ദുർഗ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല. എല്ലാത്തിനും നിന്നെയാ പറയേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കും. അയ്യോ മുത്തശ്ശി വേണ്ട. എന്ത് വേണ്ടെന്ന്? ഈ പറയുന്ന രണ്ടുപേരെക്കാൾ കൂടുതൽ അവകാശവും അധികാരവും നിനക്ക് ഈ വീട്ടിലുണ്ട്. അത് മറക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞാലൊരു കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ദുർഗ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് അവളുടെ നല്ല മനസ്സ് എന്ന് കരുതി സന്തോഷിക്കുന്നതിന് പകരം ഈ പാവത്തിനെ കുത്തി പറയാനും വേദനിപ്പിക്കാനല്ലേ രണ്ടുപേരും നോക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങൾ രണ്ടുപേരും ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നല്ലത് പറയാൻ എന്തെങ്കിലും വേണ്ടേ? ഇതിനുള്ള മറുപടി തൽക്കാലം ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഓർത്തോ, ഇതെന്റെ വീടാ. ഞാൻ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ദുർഗയെ ദ്രോഹിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. മുത്തശ്ശി വേണ്ട മുത്തശ്ശി. എന്നെ ആരും വഴക്ക് പറഞ്ഞിട്ടില്ല. നീ വന്നേ. അയ്യോ വാ മുത്തശ്ശി. അവനവനുള്ളത് അവനവൻ തന്നെ അങ്ങ് ചെയ്താ മതി. എടുക്കേ, എന്റെ മോളെ കഷ്ടപ്പെടുത്തിട്ട് രണ്ട് സുയിക്കേ അങ്ങ് നടക്കേ. എന്തിനും ഒപ്പം തുള്ളാൻ ആളുള്ളത് അവളുടെ ധൈര്യം.